കുഴപ്പമില്ല. കഴിഞ്ഞായിരുന്നു ഇതായിരുന്നു എളുപ്പം? ഏതായിരുന്നു, ഏത് മേഖലയായിരുന്നു ടഫ് ആയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം? കറണ്ട് അഫേഴ്സ് നല്ല ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, കറണ്ട് അഫേഴ്സ് കുറച്ച് കുഴപ്പമില്ലേ? ഓക്കെ, മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഓവർ കുഴപ്പമില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതായിരുന്നു എളുപ്പം? ഇതായിരുന്നു എളുപ്പം. ഓക്കെ, ഇതായിരുന്നു കുറച്ച് മൊത്തത്തിൽ പഠിച്ച രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. അതായിരുന്നല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു? എളുപ്പമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇപ്രാവശ്യത്തെ കുറച്ചുകൂടെ എളുപ്പം ഇപ്രാവശ്യം തന്നെ. ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ LGSന്റെ രണ്ടാം ഘട്ട പരീക്ഷ നടന്നിരിക്കുകയാണ്. പത്തനംതിട്ട, ഇടുക്കി, മലപ്പുറം, കണ്ണൂർ എന്നീ ജില്ലകൾക്ക് വേണ്ടിയിട്ട് എക്സാം എഴുതി നമ്മൾ ഉദ്യോഗാർത്ഥികളോട് നമുക്ക് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഈസി ആയിരുന്നോ, പാടായിരുന്നോ, എങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ഒരു എക്സാമിന്റെ രീതി എന്നൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. വരും. കുഴപ്പമില്ല. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. എളുപ്പമായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. മാത്സ് ഈസി ആയിരുന്നു. ബാക്കി GK പോർഷൻസ് ഒക്കെയോ? കറണ്ട് അഫേഴ്സ് ആയിരുന്നു കൂടുതലല്ലേ? ഓക്കെ, ശരി. LDC ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇവിടെ എങ്ങനെ ഉണ്ടായിരുന്നു? കുറച്ച് ടഫായിരുന്നു. നല്ല എളുപ്പമായിരുന്നു. കഴിഞ്ഞായിരുന്നു ഇതായിരുന്നോ എളുപ്പമായിട്ടുണ്ടായിരുന്നു? കഴിഞ്ഞ തന്നെയായിരുന്നു എളുപ്പം. എക്സാം അതെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. സൈലന്റ് ക്ലാസ്സിലൊക്കെ കാണാറുണ്ടോ? മാരത്തോണൊക്കെ കാണാറുണ്ടായിരുന്നു? യൂസ്ഫുൾ ആയി? ക്ലാസ് എടുത്തിട്ടുണ്ടല്ലേ? മൊത്തത്തില് ക്ലാസ്സുകളൊക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, നമുക്ക് സന്തോഷമുണ്ട് അറിയാൻ പറ്റുന്നത്. എങ്ങനെയുണ്ട് ഇന്നത്തെ പരീക്ഷ? എങ്ങനെ ഉണ്ടായിരുന്നു? മാത്സ് ഒക്കെ എളുപ്പമായിരുന്നു. ഓക്കെ, താങ്ക് യു. എളുപ്പമായിരുന്നു. ഓക്കെ, അത്യാവശ്യം നിലവാരം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതായിരുന്നോ കുറച്ചുകൂടെ എളുപ്പം? കുഴപ്പമില്ലായിരുന്നു. കുറച്ച് പാടായിരുന്നു. കുഴപ്പമില്ലായിരുന്നു. എളുപ്പമായിരുന്നു. ഓക്കെ, എളുപ്പമായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മേഖല ഏതെങ്കിലും ഉണ്ടായിരുന്നോ? അത്യാവശ്യം എളുപ്പമുള്ളത് തന്നെ. കുഴപ്പമില്ലായിരുന്നു.